നമസ്കാരം കൂട്ടുകാരെ, മണി ബി ഡയറീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നിന്നും എന്താണ് ഇക്വിറ്റി മാർക്കറ്റ് എന്ന് നമ്മൾ പഠിച്ചു. ഈ എപ്പിസോഡിൽ നമുക്ക് എങ്ങനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ട്രേഡിംഗ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ട്രേഡിംഗ് തുടങ്ങാനായി എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായി വേണ്ടത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുക എന്നതാണ്. ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ തുടങ്ങാമെന്ന് നമ്മൾ മുൻപത്തെ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കിയതാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ മുകളിലത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. രണ്ടാമതായി സ്റ്റോക്കുകളെയും സ്റ്റോക്ക് മാർക്കറ്റുകളെയും കുറിച്ച് ഒരു ധാരണയുണ്ടാക്കുക എന്നതാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ സംഭവങ്ങളും വാർത്തകളും ഷെയർ വാല്യൂവിനെ ബാധിക്കുന്ന സംഗതികളാണ്. പത്രങ്ങളിലും ടിവിയിലും ഇന്റർനെറ്റിലും ഒക്കെ വരുന്ന സ്റ്റോക്സിനെ സംബന്ധിച്ച വാർത്തകൾ അപ്ഡേറ്റഡ് ആയിരിക്കുക. ഓരോ സ്റ്റോക്കുകൾക്കും ഒരു ശരിയായ വാല്യൂ ഉണ്ട്. അത് മനസ്സിലാക്കാൻ ആ കമ്പനിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് പൊസിഷൻ, അതിന്റെ ഭാവിയിലെ സാധ്യതകൾ, മുൻപ് ആ സ്റ്റോക്ക് വിറ്റിരുന്ന വില, അത് എത്രത്തോളം കൂടുകയും കുറയുകയും ചെയ്യുന്നു, ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ആ കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങിയാൽ ഭാവിയിൽ നമുക്ക് ലാഭമുണ്ടാകുമോ ഇല്ലയോ എന്നറിയാൻ പറ്റുകയുള്ളൂ. അടുത്തതായി അറിയേണ്ട സംഗതി എന്താണ് ആസ്ക് ആൻഡ് ബിഡ് പ്രൈസ് എന്നതാണ്. ഒരു സ്റ്റോക്ക് വാങ്ങാൻ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാകുന്ന ഏറ്റവും കൂടിയ വിലയാണ് ബിഡ് പ്രൈസ്. അതേ സ്റ്റോക്ക് ആ കമ്പനി വിൽക്കാൻ തയ്യാറാകുന്ന ഏറ്റവും കുറഞ്ഞ വിലയാണ് ആസ്ക് പ്രൈസ്. ഇത് രണ്ടും മാർക്കറ്റ് വാല്യൂവിന് യോജിച്ചതാണോ എന്ന് മനസ്സിലാക്കുക. അടുത്ത് സ്റ്റോപ്പ് ലോസ് പ്രൈസ് സെറ്റ് ചെയ്യുക എന്നതാണ്. ഒരു സ്റ്റോക്കിന്റെ വില ഒരു പരിധിക്ക് താഴേക്ക് ഇടിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി ആ ഷെയറുകൾ വിൽക്കാനുള്ള സംവിധാനമാണ് സ്റ്റോപ്പ് ലോസ്. ഇതുവഴി ഒരു പരിധി വരെ നമുക്ക് നഷ്ടങ്ങൾ ഒഴിവാക്കാം. ഇനി കഴിയുന്നതും സേഫ് ആയി സ്റ്റോക്കുകളിൽ നിന്ന് തുടങ്ങുക എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. തുടക്കക്കാർ എന്ന നിലയ്ക്ക് ഇന്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് വോളറ്റാലിറ്റി അഥവാ ഏറ്റക്കുറച്ചിലുകൾ അധികമില്ലാത്ത സ്റ്റോക്കുകൾ നോക്കി സെലക്ട് ചെയ്യുക. ഇതിനേക്കാളൊക്കെ പ്രധാനം ഒരു വിദഗ്ധനോട് സംസാരിക്കുക എന്നതാണ്. ചെറിയ ട്രേഡിങ്ങിനപ്പുറത്തേക്ക് നിങ്ങൾ ഒരു വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പ്രൊഫഷണലിനോട് സംസാരിക്കുന്നത് നന്നായിരിക്കും. പതുക്കെ മണി ബിയോടൊപ്പം ഭാവിയിൽ നമുക്കും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് പ്രൊഫഷണൽ ആകാൻ സാധിക്കും. ഏതൊരു കാര്യത്തിലും പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗിലും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുന്നതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാനും അവരെ കൊണ്ടൊക്കെ മണി ബി ഡയറി സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാനും മറക്കല്ലേ. താങ്ക് യു കൂട്ടുകാരെ.